നായികയല്ലേ നമുക്ക് പ്രധാനം. ആരാ നായിക? മലയാള സിനിമയെ ഒരു കാലത്ത് പിടിച്ചു കുലുക്കിയ നായിക ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ്. ആര്? ഹണി ഉദ്ഘാടനത്തിനുള്ള ക്ഷണം സ്വീകരിക്കുന്നത് എന്തൊക്കെ ഘടകങ്ങൾ നോക്കിക്കൊണ്ടായിരിക്കാം? ഹണി തന്നെ അത് പറയും. കുംഭമേളയിലെ വൈറലായ മോണി ഫോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നത്. ഇതാകുമ്പോൾ വളരെ സ്വതന്ത്രമായിട്ട് തീരുമാനിക്കാം. അങ്ങനെ ചില പരീക്ഷണങ്ങൾ ഹണി തന്നെ ചെയ്യാറുണ്ട് ഉദ്ഘാടനങ്ങളിൽ. തീർച്ചയായിട്ടും എനിക്ക് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കണ്ടല്ലോ, ക്യാറ്റ് വാക്ക് അല്ല, അന്നനട മതി. കേരള ക്ലാസിക് വെയറിൽ മദാമ നടക്കുന്ന പോലെ അല്ല നടക്കേണ്ടത്. മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ആ കഥാപാത്രത്തിന് അതിൻ്റെതായ വസ്ത്രധാരണമുണ്ട്, രീതിയുണ്ട്. പക്ഷേ ഇനോഗ്രേഷൻ അങ്ങനെയല്ല. അപ്പൊ ആ പ്ലാറ്റ്ഫോം ഞാൻ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്തു വന്നിരുന്നത്. ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. ഉദ്ഘാടനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് ചോദിച്ചതിൻ്റെ ഒരു ഉദ്ദേശം പണം മാത്രമാണോ അതിന്റെ പ്രേരണ അല്ലെങ്കിൽ മാനദണ്ഡം എന്നറിയാൻ കൂടിയായിരുന്നു. എങ്ങനെ പരിപാടി അടിപൊളിയായിരുന്നില്ലേ? അടിപൊളിയുണ്ട്. അല്ല, കാശൊന്നേ ഞാനിപ്പോ തന്നെ പോയിക്കോളാം. കാശാ? ഞാൻ പൈസ പണവും മാനദണ്ഡമുണ്ട്. അതൊരു മോശം കാര്യമല്ല. കാശിന്റെ കഴപ്പാ. പിന്നെ തറവാടിത്തത്തിന്റെ കാര്യം അതിപ്പോ പറയണ മുതലാളി. ആളുകൾ ഇതിനെ വളച്ചൊടിക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ശ്രമം ഉണ്ടായി. അങ്ങനെ പല പല കാര്യങ്ങൾ എനിക്ക് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇവിടെ നിന്നാൽ അവൻ നിങ്ങളുടെ പൊക്കളിന് ചുറ്റും പണി തരും. പിന്നെ ഈ ജന്മത്തെ നിങ്ങൾക്ക് നാരങ്ങച്ചര കഴിക്കാൻ പറ്റില്ല. അയ്യോ, സ്പോൾ അടിക്കുമ്പോ ഞാൻ എന്തോ തൊട്ട് താക്കും.